അല്ല, വിവാദം നിങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? അതിന് ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങൾ ആ ഒരു വിവാദത്തിനുമില്ല. ADGPയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ വേറെ ഏതെങ്കിലും ഒരാളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ല. അതിൻ്റെ അകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്ന ഒരു കാര്യം, തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് BJPയുമായിട്ടുള്ള ലിങ്ക് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ ADGPയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് RSനെ കാണാൻ പോയത് എന്ന് പറയുന്നതിനാണ് ഞാൻ പറഞ്ഞത് അസംബന്ധം. അതാ കാര്യം. അന്ന് പറഞ്ഞത് അത് തന്നെയാണ് കാര്യം. ആരെ കാണാൻ പോകുന്നു ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ CPMനുമായി അതിനെ കൂട്ടിക്കാട്ടണ്ട. CPMന് എന്താ നിലപാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. BJPയോട് എന്ത് സമീപനമാണ് എന്ന് അറിയാത്ത ഒരൊറ്റയാൾ ഈ കേരളത്തിലില്ല. ഞങ്ങളുടെ നൂറുകണക്കിന് സഖാക്കളെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ RSS. കണ്ണൂർ ജില്ല അത് ദത്തെടുത്തതാണ് മുമ്പ് ഇല്ലാതാക്കാൻ CPMനെ. എന്നിട്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. ഇപ്പോഴെന്നിട്ട് BJPയുമായിട്ട് ലിങ്ക് ഉണ്ടാക്കി. BJPയുമായിട്ട് ലിങ്ക് ഉണ്ടാക്കിയതാരാ? UDF ആണ്. UDFൻ്റെ 86,000 വോട്ടാണ് തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ BJPക്ക് അനുകൂലമായിട്ട് നൽകിയത്. 86,000 വോട്ട്. എന്നിട്ടാണ് 74,000 വോട്ടിന് ജയിക്കുന്നത്. എന്നിട്ട് ആട്ടിനെ പട്ടിയാക്കുന്ന തിയറിയാണ് അവതരിപ്പിക്കുന്നത്. ഇതൊന്നും രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയാനാവും. അപ്പോൾ 74,000 വോട്ടിന് BJP ജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 86,000 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു. എന്തേ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത്? കോൺഗ്രസ് അന്വേഷണം തീരുമാനിച്ചല്ലോ, പരാജയത്തെ സംബന്ധിച്ച് 3-ാം സ്ഥാനത്ത് പോയല്ലോ. 3-ാം സ്ഥാനത്ത് പോയപ്പോൾ എന്തേ പിന്നെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഗൗരവപൂർവ്വം അതെന്താ നിങ്ങൾ ചോദിക്കാത്തത്? VD സതീശനോട് ചോദിക്കുക പോയിട്ട്. എന്നിട്ട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്താ നിങ്ങൾ കണ്ടെത്തിയെന്ന് ചോദിക്കും. ആ കണ്ടെത്തിയതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും BJPയെ ജയിപ്പിച്ചത് കോൺഗ്രസ്സാണ്. പണ്ട് നിയമത്തെ ജയിപ്പിച്ചതും കോൺഗ്രസ്സാണ്. 2 സ്ഥലത്തും അക്കൗണ്ട് തുടങ്ങിയത്, ഒന്ന് അസംബ്ലിയിലാണ്, മറ്റൊന്ന് പാർലമെൻറ്റിലാണ്. രണ്ടും അക്കൗണ്ട് തുടങ്ങിയത് കോൺഗ്രസിൻ്റെ കെയർ ഓഫിലാണ്. കേട്ടോ, ഞങ്ങൾക്ക് അത് പിന്നെ നിങ്ങൾ CPനെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അത് തൃപ്തിയോടുകൂടിയാ? ഞാനിപ്പോൾ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോന്ന്? പിന്നെ വെറുതെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അർത്ഥം ഉള്ള ചോദിക്കണം. അല്ല, ഞാൻ ഇപ്പോൾ ആരെയാ കണ്ടുകൂടാത്? ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPMനെ കൂട്ടിക്കെട്ടണ്ട. ഒരു ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട. അതാണ് ഞാൻ അന്നും പറഞ്ഞത്, ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് വാർത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ വാർത്തക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പണിക്ക് നമ്മളില്ല കേട്ടോ. ശരി. MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അതേ നിലപാട് തന്നെയാണ് MV ഗോവിന്ദൻ ഈ കൂടിക്കാഴ്ച വിവാദത്തിൽ ആവർത്തിക്കുന്നത്. ADGP ദത്താത്രേയെ പോയി കണ്ടതിന് CPMന് എന്താണ് അതിൽ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം എന്നാണ് MV ഗോവിന്ദൻ ആവർത്തിക്കുന്നത്.